പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. ഈ ഇരു കൂടിക്കാഴ്ചകളും അവസാനിച്ചിരിക്കുന്നു. എന്തായാലും പാകിസ്ഥാന്റെ വലിയ രീതിയിലുള്ള പ്രകോപനം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നിർണായകമായ യോഗങ്ങൾ ഡൽഹിയിൽ നടന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ നിർണായക യോഗങ്ങൾ നടക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ നിലവിലെ രാജ്യത്തെ സാഹചര്യം കൃത്യമായി പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി അടക്കം ഈ സേനാ മേധാവിമാർ അറിയിച്ചിട്ടുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൃത്യമായി ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രകോപനപരവും അതുപോലെ തന്നെ ജനവാസ മേഖലയിലടക്കം ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിവേഗ ദീർഘദൂര മിസൈലുകൾ അടക്കം തുടർത്തുവെന്ന് തന്നെയാണ് കൃത്യമായി ഇന്ത്യ വിലയിരുത്തിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിലടക്കം ഇത് കൃത്യമായി ഇന്ത്യ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാലും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിലെ തുടർ നടപടികളാണ് ഇപ്പോൾ യോഗത്തിൽ ചർച്ചയായത്. ഏതൊക്കെ തരത്തിലായിരിക്കണം സജ്ജീകരണങ്ങൾ വേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇനി ഈ പാകിസ്ഥാന്റെ പ്രകോപനത്തെ നേരിടേണ്ട അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഈ യോഗം ചർച്ചയായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിർത്തി മേഖലയിലെ സുരക്ഷാ സാഹചര്യം, അതുപോലെ തന്നെ വിമാനത്താവളങ്ങളിലടക്കം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളടക്കം കൃത്യമായി ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം പ്രതിരോധ മന്ത്രിയുമായി സംയുക്ത സേനാ മേധാവി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സേനാ ഒരുക്കുകളും അതുപോലെ തന്നെ സേനകൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ സജ്ജീകരണങ്ങൾ നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ പ്രതിരോധ മന്ത്രിയെ നേരിട്ട് തന്നെ ഇപ്പോൾ സംയുക്ത സേനാ മേധാവി അറിയിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയും പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായക യോഗങ്ങൾ ചേർന്നിരുന്നു. ആ യോഗത്തിൽ 3 സേനാ തലവന്മാർ അതുപോലെ തന്നെ മുൻ സേനാ മേധാവിമാർ അടക്കമുള്ള ഈ റിട്ടയറായ മുൻ സേനാ മേധാവിമാർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമായ അഭിപ്രായങ്ങൾ ഇന്ത്യ ഇത്തരത്തിൽ മുൻ സേനാ മേധാവിമാരിൽ നിന്നടക്കം തേടുകയാണ്. എങ്ങനെയാണ് പാകിസ്ഥാനെ പ്രതിരോധിക്കേണ്ടത്, അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാൻ പ്രകോപനവുമായി മുന്നോട്ട് വന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ അതിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും സമാനമായ തീരുമാനങ്ങൾ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോഴും പാകിസ്ഥാൻ തുടരെ പ്രകോപനവുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പാകിസ്ഥാൻ ഡ്രോണാക്രമണങ്ങളും അതുപോലെ തന്നെ മിസൈലുകൾ അടക്കം ഉപയോഗിച്ചിരുന്നു. ഈ ഡ്രോണുകൾ പൊട്ടി വീഴുന്ന ചില വീടുകളിൽ വീഴുന്ന ചിലർക്ക് പരിക്കേറ്റിരുന്നു. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഇപ്പോഴും നിയന്ത്രണ രേഖയിൽ തുടരുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ തയ്യാറെടുപ്പുകൾ തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകും.